ഗേറ്റ് അടവ് സമയത്ത് ബസ്സുകൾ വന്നാൽ തന്നെയും അവർ രണ്ട് സൈഡിലായിട്ട് അവിടുന്ന് എതിരെ വരുന്ന ബസ് ഈ ബസ് കൂടെ വന്ന് റോഡങ്ങ് ബ്ലോക്കാവും, കംപ്ലീറ്റ് ബ്ലോക്കാവും. വർക്കലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള റെയിൽവേ ഗേറ്റുകളിൽ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന 10,000-കണക്കിന് യാത്രക്കാരുടെ ദുരിതത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരം കണ്ടെത്താതെ അധികൃതർ. മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും അവഗണന മാത്രമാണ് നേരിടുന്നത്. ഗതാഗത കുരുക്ക് തന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. കാരണം ട്രെയിനുകളുടെ എണ്ണം കൂടിയപ്പോൾ അടിക്കടി ഗേറ്റടം ഉണ്ടാവാറുണ്ട്. 4 റോഡ് വന്ന് ചേരുന്ന ഒരു ഭാഗമാണിത്. 4 വശത്തുനിന്ന് റോഡ് വന്ന് സംഗമിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗതാഗത കുരുക്ക് ഇവിടെ സ്ഥിരമായിട്ട് അനുഭവപ്പെടാറുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഇവിടുത്തെ റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുന്നതോടെ കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷമാകുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കും അടിയന്തര ചികിത്സയ്ക്കായി പോകുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ വാഹനങ്ങൾ പോലും ഈ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്.